ഗോവിന്ദചാമി. ഈ പേര് കേൾക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടായിരിക്കത്തില്ല. എങ്ങനെയെങ്കിലും ഇയാളുടെ പേര് കേട്ടിട്ടുണ്ടാവും. ഇയാളുണ്ടെങ്കിൽ അത്രയും വലിയൊരു ക്രിമിനൽ തന്നെയാണ്. പലവട്ടം ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു കേസിൽ ഇതേ കണക്ക് ഉണ്ടെങ്കിൽ അകപ്പെടുകയും അവസാനം ഉണ്ടെങ്കിൽ ഇയാൾക്കുണ്ടെങ്കിൽ മരണശിക്ഷയാണ് വിധിച്ചിരുന്നത്. പക്ഷേ ഇയാളുണ്ടെങ്കിൽ സുപ്രീം കോർട്ട് വരെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ വാദിച്ച് ഇയാളുടെ ശിക്ഷയുണ്ടെങ്കിൽ കുറച്ചത് ജീവപര്യന്തമാക്കി. സോ ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞതാണ് ഇവനെ ഒന്നും ഇങ്ങനെ വെച്ചേക്കാൻ പാടില്ലെന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ജയിലിൽ ചാടി രക്ഷപ്പെട്ട് പോകാൻ ശ്രമിച്ചത്. പക്ഷേ പോലീസിൻ്റെ അതിതീവ്രമായിട്ടുള്ള നല്ലൊരു ശ്രമത്തിനിടയിൽ അത് നാട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടും എവനുണ്ടെങ്കിൽ പിടിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം അവനെ ആരോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നത്. അത് തീർച്ചയായിട്ടും ഉറപ്പ് തന്നെയാണ്. ആരോ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവ അവിടുന്ന് രക്ഷപ്പെട്ടത്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും സെക്യൂരിറ്റി എല്ലാം താണ്ടി ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടതിന് ഒരു ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും അവന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ അതെങ്ങനെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. സോ എന്തായിരുന്നാലും ഇതിൻ്റെ പിറവിൽ ആരോ ഉണ്ടെന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. അയാളെ കണ്ടുപിടിക്കും എന്നുള്ളതും അയാൾക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ.